അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലേക്ക് പുതുതായി മാറി വന്ന ലിസാനുൽ ഖുർആൻ എന്ന പുസ്തകത്തിലെ ആദ്യ പാഠമാണ് നാം ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠമല്ല, അതിനു മുമ്പ് ഒരു ദുആ ആണ്. അതെല്ലാ ലിസാനുൽ ഖുർആനിലും അങ്ങനെ തന്നെയാണ്. ഈ ദുആൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പാഠത്തിൽ പെടാത്തത് എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഏത് സമയത്തും ദുആ ഇറക്കേണ്ടതാണ്. ഭൗതിക കാര്യങ്ങൾ, സ്കൂളത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റൊന്ന് എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോഴായാലും, അല്ല വേറെ വല്ല ജോലികളും ചെയ്യാനിരിക്കുമ്പോഴായാലും ഒക്കെ, അല്ലെങ്കിൽ വല്ല റിസർച്ച് ചെയ്യാനിരിക്കുമ്പോഴായാലും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഈ ഒരു ദുആ വളരെ ഉപകാരപ്രദമായതാണ്. അതുകൊണ്ടാണ് ഇത് പാഠത്തിൽ പെടാത്തത്. പാഠം 1 തുടങ്ങുന്നത് അജായിബുൽ ഖൽഖില്ലാഹി തആല എന്ന ഒരു പാഠമാണ് ആദ്യം തുടങ്ങുന്നത്. അതിനു മുമ്പാണ് ഈ പ്രാർത്ഥന നമുക്കൊന്ന് കേട്ട് നോക്കാം. റബ്ബി റബ്ബി യാ റഹ്മാൻ ഹസ്ബി റബ്ബി യാ റഹ്മാൻ സഹിൽ അംരി ലിൽ ഫഹ്മി മാ ഫിൽ കുതുബി യാ മന്നാൻ നവ്വിർ ഖൽബി ബിൽ ഇൽമി വശ്റഹ് സദ്രി ബിൽ ഖുർആൻ ഹസ്സിൻ ഖുൽഖി വഫ്തഹ് ലി ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ റബ്ബി റബ്ബി യാ റഹ്മാൻ ഹസ്ബി റബ്ബി യാ റഹ്മാൻ സഹിൽ അംരി ലിൽ ഫഹ്മി മാ ഫിൽ കുതുബി യാ മന്നാൻ നവ്വിർ ഖൽബി ബിൽ ഇൽമി വശ്റഹ് സദ്രി ബിൽ ഖുർആൻ ഹസ്സിൻ ഖുൽഖി വഫ്തഹ് ലി ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ വർഹം ഉമ്മി സുമ്മ അബി വഗ്ഫിർ ലഹുമാ യാ ദയ്യാൻ സിദ്നി ഇൽമൻ യാ റബ്ബി വലിൽ ഉസ്താദി യാ റഹ്മാൻ വർഹം ഉമ്മി സുമ്മ അബി വഗ്ഫിർ ലഹുമാ യാ ദയ്യാൻ സിദ്നി ഇൽമൻ യാ റബ്ബി വലി ഉസ്താദി യാ റഹ്മാൻ റബ്ബി റബ്ബി യാ റഹ്മാൻ ഹസ്ബി റബ്ബി യാ റഹ്മാൻ സഹിൽ അംരി ലിൽ ഫഹ്മി മാ ഫിൽ കുതുബി യാ മന്നാൻ. ഈ ദുആ എന്തിനാണ് ഫസ്റ്റിൽ കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുആയിൽ എന്താണ് പറയുന്നത്? ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. റബ്ബി റബ്ബി യാ റഹ്മാൻ, എൻ്റെ നാഥ കരുണാനിധിയെ അള്ളാഹുവിനോട് പറയുകയാണ്. ഹസ്ബി റബ്ബി യാ റഹ്മാൻ, ഞാൻ തസ്ബീഹ് ചൊല്ലി. റബ്ബി യാ റഹ്മാൻ, കാരുണ്യവാനായ എൻ്റെ നാഥൻ എനിക്ക് മതി. അല്ലെങ്കിൽ എൻ്റെ നാഥൻ്റെ, കാരുണ്യവാനായ നാഥൻ്റെ പേരിൽ. സഹിൽ അംരി ലിൽ ഫഹ്മി, മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ. മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ. പഠിക്കുന്ന ഇൽമൈ മനസ്സിലാക്കാൻ എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. മദ്രസയെ പഠിക്കുന്നത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, പഠിക്കുന്ന കാര്യം അതാണ്. എൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ. അതെന്താണെന്നതിന് താഴെ പറയുന്നുണ്ട്. മാഫിൽ കുതുബി യാ മന്നാൻ, ഗ്രന്ഥത്തിലുള്ളതിന് ഗുണം നൽകുന്ന നാഥ. ഗ്രന്ഥത്തിലുള്ളതിന് ഗുണം നൽകുന്ന നാഥ. ഗ്രന്ഥത്തിൽ നമ്മൾ പഠിക്കുന്ന സംഗതികൾ ആ പഠിക്കൽ കൊണ്ടും അത് പഠിച്ചതിന് ശേഷവും ഗുണം നൽകുന്ന നാഥ. ആ പഠിച്ചത് കൊണ്ട് ഗുണം നൽകുന്ന, ഇൽമു നാഫിയാവുന്ന, അതാണ് ഗുണം നൽകുന്ന. അപ്പോൾ ഗുണം നൽകുന്ന നാഥ, ആ പഠിച്ചത് കൊണ്ടും ഗുണം നൽകുന്ന നാഥ, അതാണ്. മാഫിൽ കുതുബി യാ മന്നാൻ, ഗ്രന്ഥത്തിലുള്ളതിന് ഗുണം നൽകുന്ന നാഥ. നവ്വിർ ഖൽബി ബിൽ ഇൽമി, അറിവ് കൊണ്ട് എൻ്റെ ഹൃദയം നീ പ്രകാശിപ്പിക്കൂ. അറിവ് കൊണ്ട് എൻ്റെ ഹൃദയം നീ പ്രകാശിപ്പിക്കണമേ. നവ്വിർ, പ്രകാശിപ്പിക്കണമേ, ഖൽബി എൻ്റെ കൽബിനെ, എൻ്റെ ഹൃദയത്തെ, ബിൽ ഇൽമി, ഇൽമ കൊണ്ട്.
വസ്റഹ് സദ്രി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് എൻ്റെ നെഞ്ചകം നീ വിശാലമാക്കണേ. വസ്റഹ് വിശാലമാക്കണേ സദ്രി എൻ്റെ നെഞ്ചകം, ബിൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ കൊണ്ട്. ഹസ്സിൻ ഖുലുഖി വഫ്തഹ്ലി, ഹസ്സിൻ ഖുലുഖി വഫ്തഹ്ലി, എൻ്റെ സ്വഭാവങ്ങൾ നീ നല്ലതാക്കൂ, എനിക്ക് നീ തുറന്നു തരൂ നാഥ, എനിക്ക് നീ തുറന്നു തരൂ. എൻ്റെ സ്വഭാവങ്ങൾ നല്ലതാക്കൂ, എനിക്ക് നീ തുറന്നു തരൂ. എന്താണ് തുറന്നു തരേണ്ടത്? എന്താണ് എനിക്ക് തുറന്നു തരേണ്ടത്? അത് താഴെ പറയുന്നു. ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ, നന്മയുടെയും പാപമോചനത്തിൻ്റെയും കവാടം. അങ്ങനൊരു കവാടമുണ്ട്. അല്ലാഹു തആല 7 ആകാശങ്ങളിലും 7 കവാടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ഖൈറും ബർക്കത്തും തുറന്നു കൊടുക്കുന്ന കവാടം. മനുഷ്യൻ്റെ ആത്മാവിനെ മരണശേഷം മലക്കുകൾ ഉയർത്തപ്പെടുമ്പോൾ അതിന് മുസ്ലിമിൻ്റെതാണെങ്കിൽ മുഅ്മിനിൻ്റെതാണെങ്കിൽ മലക്കുകൾ അത് തുറന്നു കൊടുക്കും. ആ ബാബ് ആകാശത്തിൽ ഓരോ ആകാശത്തിലെയും ബാബുകൾ തുറന്നു കൊടുക്കും. അങ്ങനെ ഹർഷിൻ്റെ മുകൾ വരേക്കും എത്തും. അത് ചീത്ത മനുഷ്യൻ്റെ ആത്മാവാണെങ്കിൽ ഭൂമിയുടെ താഴേക്കിടും. എല്ലാ വാതിലുകൾ തുറന്നു കൊടുക്കില്ല, അത് കൊട്ടിയടക്കപ്പെടും. അപ്പോൾ താഴെ ഭൂമിയിലേക്കാണ് ഇത് പോവുക, സിജ്ജീനിലേക്ക്. അപ്പോൾ അത് പോട്ടെ. ഹസ്സിൻ ഖുലുഖി വഫ്തഹ്ലി, എൻ്റെ സ്വഭാവങ്ങൾ നീ നല്ലതാക്കൂ, എനിക്ക് നീ തുറന്നു തരൂ. അപ്പോൾ എനിക്ക് നീ തുറന്നു തരൂ. ബാബൽ ഖൈരി വൽ ഗുഫ്റാൻ, ബാബൽ ഖൈർ, ഖൈറിൻ്റെ നന്മയുടെ ബാബ്, നന്മയുടെ വാതിൽ. പിന്നെ വൽ ഗുഫ്റാൻ, പാപമോചനത്തിൻ്റെ വാതിലും. രണ്ടും എനിക്ക് നീ തുറന്നു കാട്ട്. ഉർഹം ഉമ്മി സുമ്മ അബീ, എൻ്റെ ഉമ്മാക്ക് നീ കരുണ ചെയ്യണമേ, അതുപോലെ ഉപ്പാക്കും നീ കരുണ ചെയ്യണമേ. വഗ്ഫിർ ലഹുമാ യാ ദയ്യാൻ, ദാതാവായ നാഥ നീ ഇരുവർക്കും പുറത്തു കൊടുക്കൂ, മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കൂ എന്നാണ് പറയുന്നത്. സിദ്നി ഇൽമൻ യാ റബ്ബി, എൻ്റെ നാഥ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ. സിദ്നി വർദ്ധിപ്പിക്കണമേ, ഇൽമൻ യാ റബ്ബി എൻ്റെ നാഥ. ഓലി ഉസ്താദി യാ റഹ്മാൻ, എൻ്റെ ഉസ്താദിനും കാരുണ്യവാനെ നീ കരുണ ചെയ്യണമേ എന്നാണ് ദുആയിൽ പറയുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ദുആ എപ്പോഴൊക്കെ ചെല്ലേണ്ടത് എപ്പോഴും ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? അതുകൊണ്ട് ഇനി അടുത്ത പാഠം നമുക്ക് ഇതിൻ്റെ ശേഷം വിടാം. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.